മനസ്സ് നിറഞ്ഞോ? അത്രയ്ക്കും ക്ലാസിക് വിൻറ്റേജ് കാർസാണ് ഇവിടെ ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് 1000 മില്യ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ദുബായിലാണ്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള മില്യ റേസിൻ്റെ ഒരു അറബിക് വേർഷനാണ്. വേറെ എവിടെയും നടക്കാറില്ല, ആകെ നടക്കുന്ന ഇവിടെ ദുബായിലാണ്. ദുബായിൽ ഇന്നിപ്പോൾ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുക. 3ാമത്തെ വേർഷനാണ് ദുബായിൽ നടക്കുന്നതിൻ്റെ. ആൻഡ് ഐ ആം ഗോയിങ് ടു ഡ്രൈവ് ദിസ് വൺ. ഞാനും ഈ റാലിയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ നിന്നും 2 പബ്ലിക്കേഷനുകൾ, ഒന്ന് ഓട്ടോകാർ ഇന്ത്യ എല്ലാ തവണ ഉണ്ടാകുന്നത്. നമ്മളിപ്പം പുതിയതായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഫ്ലൈവീലും. ഇപ്പം നമ്മളും എൻ്റെ കൂടെ ഒരാളും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആളെ ഞാൻ പരിചയപ്പെടുത്താം. എന്തായാലും നമ്മളിന്നിപ്പം ഡ്രൈവിന് പോകുന്നുണ്ട്. ആക്ച്വലി മില്യ റേസാണ്. പക്ഷേ നമ്മൾ മീഡിയയൊക്കെ ആയതുകൊണ്ട് നമ്മൾ റേസ് ചെയ്യുന്നില്ല. വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ എ ഡ്രൈവ്, എക്സ്പീരിയൻഷ്യൽ ഡ്രൈവ്, ആൻഡ് ദാറ്റ് വിൽ ബി in this great machine. So all my flyers, welcome to an exclusive episode of 1000 Milya. മില്യ UAE എക്സ്പീരിയൻസ് നടക്കുന്ന 5 ദിവസമായിട്ടാണ്. ആദ്യ ദിവസം എക്സിബിറ്റ് ആണ്. 2 മുതൽ 4 ദിവസം വരെയാണ് റേസ്. റേസിൻ്റെ ഒരു ഫോർമാറ്റ് എന്നത് ഒരു കാറിൽ 2 ആളുകളാണ് ഉണ്ടാവുക. ഒരു ഡ്രൈവറും കോ ഡ്രൈവർ തന്നെയാണ് നാവിഗേറ്ററായിട്ടും ആക്ട് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ കേസിൽ നമ്മുടെ ക്യാമറമാൻ നിഷാദും കൂടെ. ആദ്യ ലെഗ് വരുന്നത് ദുബായിലെ എമിറേറ്റ്സ് ഗോൾഫ് ക്ലബ്ബിൽ നിന്ന് തുടങ്ങി ഹത്ത വഴി റാസൽ ഖൈമ വരെയാണ്. 2ാമത്തെ ലെഗ് റാസൽ ഖൈമയിൽ നിന്നും ജബൽ ജയ്സ് പോയി ഫുജൈറയിൽ എത്തുന്നതും. 3ാം ലെഗ് വരുന്നത് ഫുജൈറയിൽ നിന്ന് പ്ലാറ്റിനം ഹെറിറ്റേജ് റിസോർട്ട് പോയി തിരിച്ച് ഫുജൈറ വരും. 4ാമത്തെ ലെഗ് ഫുജൈറയിൽ നിന്ന് ഓട്ടോഡ്രോമ വഴി അബുദാബി പോയി എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെവിടെ പോയാലും നമ്മുടെ മലയാളി പ്രസൻസ് ഉണ്ടാക്കാറുണ്ട്. ആ പ്രസൻസ് നമ്മളിന്ന് എന്തായാലും സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കും. കാരണം നമ്മൾ മാത്രം ഉണ്ടാവുള്ള ഒരു മലയാളി ടീം എൻ്റെ കൂടെ കൂടുന്ന മറ്റൊരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു മലയാളിയാണ്. മലയാളി എന്ന് പറഞ്ഞാൽ റിയൽ സെൻസിലുള്ള മലയാളി. നമ്മളിപ്പോൾ റോൾസ് റോയ്സ് പോലും റിവ്യൂ ചെയ്യുമ്പോൾ ജുബ്ബെ മുണ്ടെടുത്ത് റിവ്യൂ ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം സുദീപ് കോശി. സുദീപേട്ട് എന്താണ്, വെൽക്കം ടു ഷോ. സുദീപ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, നമ്മൾ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു മലയാളി ഓട്ടോമോട്ടീവ് ജേർണലിസ്റ്റാണ്. അദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള 2-3 റിവ്യൂസ് ഉണ്ട്. ഞാൻ എപ്പോഴും ഇത് കോട്ടെ, കാരണം വണ്ടി ഭ്രാന്തന്മാരെല്ലെങ്കിലും കണ്ടിട്ടുണ്ടാവുന്ന ഒരു വീഡിയോ ആയിരിക്കും. റോൾസ് റോയ്സ് കളിനും റോൾസ് റോയ്സ് ഫാൻറ്റും എല്ലാം തന്നെ ഓണത്തിൻ്റെ സമയത്തും വിഷു സമയത്തും പ്രോപ്പർ മലയാളി ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ഡ്രൈവിൽ എൻ്റെ കമ്പാനിയനായിട്ട് സുദീപുള്ള നമുക്ക് പൊളിക്കണ്ടേ. പിന്നെ പൊളിക്കണമെന്ന് മാത്രമല്ല, എത്ര നാളായിട്ട് നമ്മൾ പറയും. അത് ശരിയാട്ടോ, വളരെ ശരിയാണ്. കാരണം ഞങ്ങൾ പലപ്പോഴും പല രീതിയിലും വീഡിയോസ് ചെയ്യണമെന്നല്ല പ്ലാൻ ചെയ്യാറുണ്ട്, നടന്നില്ല. പക്ഷെ നടക്കുമ്പോൾ അതിൻ്റെ സ്റ്റൈലിലാണ് നമ്മൾ നടത്തുന്നത്. ഇതാ ഈ ഒരു 1967 റോൾസ് റോയ്സ് കോർണേഷൻ്റെ കൂടെ 4 ദിവസം സ്പെൻഡ് ചെയ്യാൻ പോവാണ് മില്യൻ്റെ ഭാഗമായിട്ട് അല്ലേ. അപ്പോൾ മില്യനെ കുറിച്ചെല്ലാം നല്ലോണം പറയാൻ പറ്റുന്ന ഒരാളും കൂടെ നമുക്ക് കാറിൻ്റെ ഉള്ളിൽ ഡ്രൈവിൻ്റെ കൂടെ പറയാം. നമ്മളിപ്പോൾ ഡ്രൈവ് തുടങ്ങാൻ പോവാം. സോ എൻജോയ് ദ ഡ്രൈവ് വിത്ത് സുദീപ് ആൻഡ് റോൾസ് റോയ്സ്. പേര് പറയുന്ന പോലെ തന്നെ 1000 മൈൽസ് നീണ്ടു നിൽക്കുന്ന ഒരു റേസാണ് മില്യ. UAEയിലെ 5 എമിറേറ്റ്സിലൂടെയാണ് ഇത്തവണ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ടോട്ടൽ 1600 കിലോമീറ്റർ അഥവാ 1000 മൈൽസ്. ഈ മില്യ റേസ് തുടങ്ങിയത് 1927 ഒരു എൻഡ്യൂറൻസ് റേസ് ആയിട്ടായിരുന്നു. അന്ന് മാനുഫാക്ചർ അവരുടെ ബിൽഡ് ക്വാളിറ്റിയും എൻഡ്യൂറൻസ് എല്ലാം ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചെങ്കിൽ ഇന്നിപ്പോൾ ഇതൊരു വളരെ സോർട്ട് ആഫ്റ്റർ ആയിട്ടുള്ളൊരു ക്ലാസിക് കാർ ഇവൻ്റാണ്. ഇതിലൊരു റാലി എന്ന രീതിയിൽ റേസ് നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇതിൽ കൂടുതലൊരു മീഡിയ കവറേജ് എന്ന രീതിയിലാണ്. എങ്കിലും നമ്മൾ പോകുന്നതും ഫോളോ ചെയ്യുന്നതെല്ലാം തന്നെ ഈ ലോഗ് ബുക്കും റാലി ഫോർമാറ്റിലും തന്നെയാണ്. നമുക്ക് കുറേ പ്രാവശ്യമായി വഴി തെറ്റുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ കുറേ കാലമായിട്ട് ഈ പരിപാടിക്ക് നിൽക്കാത്തതുകൊണ്ട് ടച്ച് വിട്ടിട്ടുണ്ട്. പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ വേറൊരു പ്രശ്നം കൂടെ എന്താ വെച്ചാൽ നമ്മൾ വണ്ടിന്റെ റീഡിങ് കറക്റ്റ് അല്ല. നമ്മൾ പല തവണയും കിലോമീറ്റർ വെച്ച് നമുക്ക് ചെറിയ ഡിസ്റ്റൻസിൽ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പോയിന്റ് ഡിഫറൻസ് ഉള്ളു. അപ്പൊ ഇതൊക്കെ 12 കിലോമീറ്റർ ശേഷമാണ് തീരണമെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് നോക്കുമ്പോഴേക്കും 12 കിലോമീറ്റർ എത്തിയിട്ടില്ല. അപ്പോഴാണ് അടുത്ത ജംഗ്ഷൻ ഉണ്ടാവുന്ന കരുതി. അടുത്ത ജംഗ്ഷൻ മിസ്സായി. പിന്നെ നമ്മൾ എത്ര 7-8 കിലോമീറ്റർ സൈഡ് പോയിട്ട് തിരിച്ചു വന്നത്. അപ്പൊ ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻ വെച്ച് നമ്മളിപ്പോ ഏറ്റവും ലാസ്റ്റിലാണ്. പക്ഷെ ഒരു നല്ല കാര്യം സംഭവിച്ചു. അതെ, ഞാനിതുവരെ കണ്ടിട്ടില്ല ഈ ഫാംസിന്റെ ഈ ഒരു ഭാഗം നല്ല പച്ചപ്പൊക്കെ പിടിച്ചിട്ട്. നമ്മളെ ഷൂട്ട് ചെയ്യാൻ അധികം പറ്റിയില്ല, അത് പ്രോഹിബിറ്റഡ് ഏരിയ എന്നുള്ള ഇത് വെച്ചു. എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. റൈസ് വിൻ ചെയ്യാന്നോ അതിന്റെ നമ്മൾ എത്തുന്നൊന്നും നമ്മൾ പ്ലാൻ ഇല്ല. മില്യ എക്സ്പീരിയൻസ് എന്നാണ് ഇതിന്റെ പേര്. നമുക്കിതൊരു അനുഭവമായിട്ട് രസകരമാക്കാം. പിന്നെ ഇതിന്റെ ഉള്ളില് വേറൊരു പ്രശ്നമുള്ള ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ കൺവേർട്ടബിൾ മോഡലായതുകൊണ്ട് ഇവിടെ എല്ലാം എയർ പിടിക്കുന്നുണ്ട്. 80-ലെല്ലാം പോകുമ്പോൾ ഓക്കെ, 100 കഴിയുമ്പോഴേക്ക് ഭയങ്കര സൗണ്ടാണ്. ശരി, ഇതും നമ്മളെ
ഷൂട്ട് കുറയുന്നതിന് ഒരു കാരണം കൂടെ ആണ് ഉള്ളിൽ. അതെന്തൊരു കോൺട്രാസ്റ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന്റെ കഥ കടയുന്നതാണെങ്കിലും ഫുഡായാലും എന്ത് സോഫ്റ്റ് ക്ലിക്കാണ്. പക്ഷെ മാത്രമേ ഇത് ആ കൺവേർട്ടബിൾ ആയതുകൊണ്ട് മാത്രമായിരിക്കും അല്ലേ? കൺവേർട്ട് വെച്ചാൽ അതിന്റെ രസം കിട്ടും. പക്ഷെ നമുക്ക് ചൂട് നമുക്ക് ഇത്രയും ഒരു സായിപ്പൊന്നും അല്ലാത്തതുകൊണ്ട് ഉള്ള ഗ്യാരണ്ടി കളർ കളയേണ്ടത്. യാത്ര എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാം. നല്ലൊരു ലൊക്കേഷൻ വൈകിട്ടെല്ലാം ആക്കുന്നത് ബെസ്റ്റ്. നമ്മുടെ ഈ 1987 റോൾസ് റോയ്സ് കോർണിഷ് 2 ഒരു അടിപൊളി വണ്ടി തന്നെയാണ്. ബാക്കിയുള്ളവരെല്ലാം തന്നെ പല രീതിയിൽ റേസ് ഉണ്ടെങ്കിലും നമ്മൾ റേസ് ചെയ്തിരുന്നത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു. കാരണം ഇതിൻ്റെ സസ്പെൻഷനും കംഫർട്ടും എല്ലാം തന്നെ മറ്റുള്ള വണ്ടികളെക്കാളും വ്യത്യസ്തമാണ്. എമിറേറ്റ്സ് ഗോൾഫ് ക്ലബ്ബിൽ നമ്മൾ റേസ് തുടങ്ങിലും നമുക്ക് തുടക്കത്തിൽ കുറേ പാളിച്ചകൾ പറ്റി. മുഖ്യമായിട്ടും ലോഗ് ബുക്കിൻ്റെ കൺഫ്യൂഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻ്റർസെക്ഷൻസും ടേൺസ് എല്ലാം മിസ് ചെയ്ത് ഞങ്ങൾ എതിർ ദിശയിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ റൈറ്റ് ട്രാക്കിൽ വന്ന് റേസ് തുടരുകയാണ് ചെയ്തത്. ആദ്യമാകെ നമ്മൾ ഹത്ത ഫോർട്ട് റിസോർട്ടിൽ എൻഡ് ചെയ്തു. അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം തന്നെ തിരിച്ചു പോകാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾ പെട്ടെന്ന് ലഞ്ച് കഴിച്ചു. ക്വിക്ക്ലി തന്നെ റീസ്റ്റാർട്ട് ചെയ്തു. റാസൽ ഖൈമ എയിം ചെയ്ത് ഓടിക്കാൻ തുടങ്ങി. കുറേ പൊസിഷൻ ഗെയിൻ ചെയ്തു. റേസിൻ്റെ രണ്ടാം ദിവസം റാസൽ ഖൈമിന് രാവിലെ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്ത് ഇത്തവണ നമ്മൾ ഹുഡെല്ലാം താഴ്ത്തി റേസ് ആരംഭിച്ചു. എല്ലാവരും വളരെ സ്പിരിറ്റഡ് വേയിൽ തന്നെയായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത്. ഈ ഒരു റേസ് എന്നത് ഒരു മൊമെൻറ്റ് ക്രിയേഷനും കൂടെ ആയിട്ടാണ് ഞാനും സുദീപും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സുകളെയാണ് എതിരാളികളെക്കാളും നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ കാറുകൾക്കും അതിൻ്റേതായിട്ടുള്ള പെക്യുലാരിറ്റി ഉണ്ട്. അതിനനുസരിച്ച് എല്ലാവരും ഓടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും റിലാക്സ്ഡ് ചെയ്തിട്ടുള്ള റേസ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഈ കാറാണെങ്കിലും അതിനനുയോജ്യമായിട്ടുള്ള ഒരു കാർ തന്നെയാണ് റോൾസ് റോയ്സ് കോർണിഷ് 2 കൺവേർട്ടിബിൾ. സോ ഇന്നിപ്പോൾ നമ്മളിതാ സെക്കൻഡ് ഡേയിൽ ഫസ്റ്റ് ലേക്ക് കഴിഞ്ഞു. ഇതുവരെ അടിച്ച ഡ്രൈവറാണ്. നമ്മൾ കുറേ മേക്കപ്പ് ചെയ്തു അല്ലേ? ശരിക്കും ഇന്നലത്തെ പിഴവുകൾ ഇന്ന് മേക്കപ്പ് ചെയ്ത് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടെന്ന് പറയാം. അതെ. അപ്പോൾ നല്ല നാവിഗേറ്റർ ആയി ഞാൻ ഒന്നാം ശരിക്കും. കാരണം വളരെ വളരെ കൂളായിരുന്നു. പക്ഷേ ഇന്നലത്തെ മാതിരി ട്രിക്കി ആയിരുന്നില്ല ഇന്നത്തെ റൂട്ട്. ഇന്നലത്തെ റൂട്ടിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ മനസ്സിലാക്കി ദുബായിലുള്ള ജീവിക്കുന്നവർക്ക് അറിയാവുന്ന റൂട്ടുകളുണ്ട് നല്ല നമ്മൾ പോയ സ്ഥലത്തേക്ക്. അപ്പോൾ അതല്ലാത്ത റൂട്ട് ആകുമ്പോൾ നമ്മൾ ഡയറക്ഷൻ മൈൻഡലി നമ്മൾ ഫുള്ള് ഓപ്പോസിറ്റിലാണ് കറങ്ങിയിരുന്നത്. അത് ഇവിടെ ഓടിച്ച എല്ലാവർക്കും ഉണ്ടായ പ്രശ്നമാണ്. അപ്പോൾ അതൊരു മേജർ പ്രോബ്ലമായിരുന്നു. പക്ഷേ എന്നാലും തന്നെ നമ്മൾ പൊസിഷൻ 51-ലായിരുന്നു കേട്ടോ. 96 കാസിൽ നമ്മൾ 51 ആയിരുന്നു. അത്രയും ലേറ്റ് ആയിട്ടും. അപ്പോൾ മോശമില്ല. അപ്പോൾ ഇത് നമുക്ക് മേക്കപ്പ് ഇല്ല. കാരണം നമുക്ക് റേസ് മാത്രം ചെയ്താൽ പോരാ. അല്ല, കഥ പറയണം, ഷൂട്ട് ചെയ്യണം, ചായ കുടിക്കണം. നമ്മൾ 2 തവണ ടീ ബ്രേക്ക് എല്ലാം എടുത്തിട്ട് 51 ആയി. ഇപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് അത്യാവശ്യം മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ റിലാക്സ്ഡ് ആയി 51-ൽ എത്താം എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിന് പുറമെ ഇന്നിപ്പോൾ ചാവിട്ടി ഇവിടുത്തെ ആളല്ലേ. അപ്പോൾ 120 പറഞ്ഞാൽ 140 പോകുന്നുണ്ടായിരുന്നു. ടിക്കറ്റ് വരില്ല, പേടിക്കണ്ട. പക്ഷെ അടിപൊളിയായിരുന്നു. സോ ഫാർ ഇറ്റ്സ് ബീൻ ഗുഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെഗ് കഴിഞ്ഞ് അത്യാവശ്യം നല്ല തണുപ്പും കാറ്റിലുണ്ടല്ലോ. തണുപ്പും കാറ്റും കൊണ്ട് മാത്രം ഇത് ഒരു ഒന്നാന്തര സ്ഥലമാണ് ശരിക്കും. ഇങ്ങനൊരു കാറ് നമുക്കത് അത് സത്യം കേട്ടോ. ഈ ഒരു കാറ് ഈ കാറിനെ പോലെ ഓടിച്ചിട്ട് ശരിക്കും ചെയ്യാം. നമ്മളിപ്പോൾ ഒരു പോഷനെ പോലെ കാണണ്ട. നമ്മൾ ശരിക്കും എങ്ങനെയാണോ റോൾസ് റോയ്സ് ഇങ്ങനെ ലീൻ ചെയ്ത് റിലാക്സ് ശരിക്കും. ആകെ ഒറ്റ പ്രശ്നം ബാക്കിലുള്ള നിഷാദ് അങ്ങോട്ട് ഓടുന്നുണ്ടായിരുന്നു. എനിവേ ഇറ്റ് വാസ് ഫൈൻ അല്ലേ? അടുത്ത ലെഗ് നമ്മൾ പോവാണ്. ഇനി പോകുന്ന ഫുജേറ. വാട്ട് എ ബ്യൂട്ടി. അല്ല, ബ്യൂട്ടീസ് ഇഷ്ടം പോലെ ബ്യൂട്ടിഫുൾ കാസ് ഉണ്ട്.
നമ്മളിപ്പോൾ ഉള്ളത് ഫുജറയിൽ റൊട്ടാനാണ്, തേർഡ് ഡേ ആണ്. നമ്മൾ ഇന്നലെ ഇവിടെ 2 ഹോട്ടലിലായി നിൽക്കുന്നത്, ഇൻ്റർകോണ്ടിനെൻ്റലും പിന്നെ അതുപോലെ തന്നെ റൊട്ടാനായിട്ട്. അപ്പോൾ കുറേ വണ്ടികളെല്ലാം, കൂടുതൽ വണ്ടികളെല്ലാം ഇൻ്റർകോണ്ടിനെൻ്റൽ, ബാക്കിയുള്ളതാണ് ഇവിടെ ഉള്ളത്. സാധാരണ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ലൈനപ്പ് കാണുമ്പോൾ തന്നെ രസം. ഇന്നിപ്പോൾ കുറച്ച് സ്പ്ലിറ്റായിട്ടാണ് ലൈനപ്പ് ഉള്ളത്. സാധാരണ നമ്മൾ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുള്ള് ലോഗ് ബുക്കെല്ലാം നോക്കി പോകുന്നുണ്ട്, കൂടുതൽ കോൺവെർസേഷനും പറ്റുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല നമ്മൾ ആദ്യം കരുതിയിരുന്നത്. സോ ഡ്രൈവ് തുടങ്ങുന്ന മുന്നേ എന്തെങ്കിലും ഒന്ന് നിങ്ങളായിട്ട് സംസാരിക്കാതെ കുറച്ച് നേരത്തെ ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പം നിങ്ങളായിട്ട് സംസാരിക്കും. നല്ല വെതർ, നല്ല ഒരു ക്ലൈമറ്റ്, എല്ലാം ബ്യൂട്ടിഫുൾ. ചെറിയൊരു കോൾഡ് വന്നിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അത് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് കുറേ തുറന്ന് വെച്ചിട്ട് വണ്ടി ഹുഡ് തുറന്നിട്ട് നമ്മൾ ഓടിച്ചിരുന്നത്. അപ്പോൾ ടോപ്പ് ഡൗൺ ആയിട്ട് ഓടിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ടോപ്പ് ഇട്ടിട്ട് ഓടിക്കുന്ന സമയത്ത് കുറച്ച് പഴയ വണ്ടി അവിടെ ഇവിടെ എല്ലാം കുറച്ച് എയർ നല്ലോണം പിടിക്കണ്ടായിരുന്നു. ടോപ്പ് തുറന്ന് വെച്ചപ്പോൾ നല്ല കൂളായിട്ട് അധികം സൗണ്ട് ഡിസ്റ്റർബൻസ് ഇല്ല. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ ഒരു കൂടുതൽ കോൺവെർസേഷനൊന്നും പറ്റാതിരുന്നത് ഈ പറഞ്ഞ ഒരു ഡ്രൈവും കാര്യങ്ങളുകൊണ്ടാണ്. നമ്മൾ ലോഗ് ബുക്ക് നോക്കിയിട്ടാണ് പോകുന്നത്. പലപ്പോഴും നമ്മൾ മിസ്സാവുന്നുണ്ട്. ലോഗിലും കുറേ പ്രശ്നങ്ങൾ ഇത്തവണുണ്ട്. എന്താണെന്നറിയില്ല, അവർക്ക് കുറേ മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ 2-3 സ്ഥലത്ത് മിസ്റ്റേക്കെല്ലാം പറ്റി. നമ്മൾ 51 പൊസിഷനൊന്നും താന്നിട്ടുണ്ടെന്നുള്ള പറഞ്ഞാൽ വാട്ട് എവർ, പ്രശ്നമില്ല, ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. എനിവേ, ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 37 കൊല്ലം പഴക്കമുള്ള വണ്ടിയാണെന്നോ അല്ലെങ്കിൽ വയസ്സുള്ള വണ്ടിയാണെന്നോ നമുക്ക് തോന്നിക്കില്ല. ഓഫ് കോഴ്സ് പഴയ ഒരു ഓൾഡ് സ്കൂൾ കാറാണ്, പക്ഷേ കണ്ടീഷൻ ഈസ് അമേസിങ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് 6.75 ലിറ്ററിൻ്റെ എഞ്ചിനാണ്. അത് V8 ആണ്. 240 HP ആണ് പവർ. അതുപോലെ തന്നെ 3 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. അപ്പോൾ ആ ഒരു നേച്ചറിലാണ് വണ്ടി ഉള്ളത്. ഡൗൺ ഷിഫ്റ്റും പെട്ടെന്ന് പവറിലും കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഗിയറും കൂടെ ഉണ്ടായിരുന്നത് കൂടി സ്മൂത്ത് ആവുന്നുള്ള ഫീൽ തോന്നും. ഒരു പവർ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞേക്കുന്ന പോലെയുള്ള 240 വലിയ പവറെല്ലാം നമുക്ക് തോന്നും, പക്ഷേ ഇതിൽ നല്ല ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബാക്കി എല്ലാ സിസ്റ്റം മിൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോഫ, ടച്ച് വുഡ്, ഓൾ ഗുഡ്. സോ നമ്മൾ ഇനിയിപ്പോൾ ലൈനപ്പ് ചെയ്യാൻ പോകണം. സാധാരണ എല്ലാ ദിവസവും ലൈനപ്പെല്ലാം ചെയ്ത് കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു. ഇപ്പം നമ്മൾ അപ്പുറം പോയിട്ട് ലൈനപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോഗ് നോക്കിയിട്ടാണ് പോകുന്നുണ്ടാവുക. സുദീപും ജോയിൻ ചെയ്യും, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 3rd ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഡേ 3 വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫുജേറയിൽ നിന്നും എൻഡ് ചെയ്യുന്ന ഫുജേറ വരെയാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള പിറ്റ് സ്റ്റോപ്പ് വരുന്നത് പ്ലാറ്റിനം ഹെറിറ്റേജ് ഡെസേർട്ട് റിസോർട്ട്. ഈ റിസോർട്ടിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താണെന്നല്ലേ കാണാം. ഈ പ്ലാറ്റിനം ഹെറിറ്റേജ് ഡെസേർട്ട് റിസോർട്ടിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടുത്തെ ലാൻഡ് റോവേഴ്സാണ്. ലാൻഡ് റോവറിലാണ് നമ്മുടെ റിസോർട്ട് വരെ എത്തിക്കുന്നത്. സാധാരണ ലാൻഡ് റോവേഴ്സ് കാണൽ റെയറാണ്. കണ്ടാൽ തന്നെ 1-2. ഇതിപ്പോൾ എന്താ റെയിൻബോ ഓഫ് ലാൻഡ് റോവർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കളർഫുൾ ആയിട്ടുള്ള ഒരു 10-25 ലാൻഡ് റോവർ ഇവിടെ ഉണ്ട്. എന്താ സുദീപ് ഭായ് ഇവിടെ ഇത്രയും ഡിഫൻഡേഴ്സ് ലാൻഡ് റോവറല്ലേ ഉള്ളത്? ഞാൻ പറയുന്നത് ഈ ചില സമയത്ത് നമ്മൾ ഭയങ്കര രസമുള്ള കുറേ കാര്യങ്ങൾ കണ്ടിട്ട് സ്വീറ്റ്സ് കഴിച്ചിട്ട് വയ്യാതെ പെട്ടെന്ന് വീണ്ടും ഈ ഉള്ള ക്ലാസിക് കാസിന്റെ കൂടെ വന്ന് ഇവിടെ വരുമ്പോ അനദർ ഫീസ്റ്റ്. അതെ, അമേസിങ് ഫീസ്റ്റ്. അതും ഇത് വെറുതെ കാണാൻ വെച്ചല്ല, നമ്മളെല്ലാവരും ഇവിടുത്തെ റിസോർട്ടിലേക്ക് കൊണ്ടുവന്നത് ഈ ലാൻഡ് റോവർ സീരീസ് 2 വെച്ചിട്ടാണ്. എന്താ അതിൻ്റെ പ്രത്യേകത ഇവിടുത്തെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ? ഈ പ്ലാറ്റിനം ഹെറിറ്റേജ് എന്ന് പറയുന്ന സംഗതി ഇവിടെ ഇഷ്ടംപോലെ ഡെസേർട്ട് സഫാരീസ് ഉണ്ടല്ലോ. പക്ഷേ ഇവര് ഇങ്ങനെ ഒന്നാമത് ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ മൊത്തം ഡെസേർട്ട് സഫാരി നടക്കുന്നത് സാധാരണ നമ്മൾ പുതിയ വണ്ടികളിൽ ചെയ്യുന്നതിന് പകരം ഈ 19 കൊല്ലം പഴക്കമുള്ള വണ്ടികൾ വെച്ചിട്ടാണ്. ശരി, അതുകൊണ്ട് അവർ പ്ലാറ്റിനം ഹെറിറ്റേജ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് അത് നല്ലൊരു പ്രീമിയത്തിലാണ് അത് ചെയ്യുന്നത്. ലാൻഡ് റോവർ ഒന്നുമല്ല, പ്രീമിയം ആവാമല്ലോ. അപ്പോൾ ആൾക്കാർ വരുന്നത് എങ്ങനെയാണെന്നുള്ള ഇപ്പോൾ കാണാം നമുക്ക്. അതെ, ഇത് നോക്ക്, റിസോർട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നത് എങ്ങനെയാണ്. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ഫലഭൂഷ്ടമായിട്ട് ഭക്ഷണമെല്ലാം കഴിച്ച് തിരിച്ചു വന്ന് സത്യം പറഞ്ഞ ഒരു റിയൽ ഒരു ഹെറിറ്റേജ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവിടെയും കിട്ടി. അതിന് ഓർമ്മയുണ്ട്, ഇത് കൺസർവേഷൻ ഏരിയ. അതായത് ഈ ദുബായിയുടെ തന്നെ ദുബായ് ഡെസേർട്ട് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഏരിയയാണിത്. അപ്പോൾ ഇവിടെ ഒരു ഇൻഫാക്ട് ഒരു റിസോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പിന്നെ നമ്മുടെ ഡെസേർട്ട് സഫാരി ഡെസേർട്ട് ഡ്യൂൺ ബാഷിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവിടെ വന്ന് ഗസേൽസിനെ കാണാം. ഈ ഒരു പ്രിസർവേഷൻ ഒരു റിയൽ ജെന്യുവൻ ആയിട്ടുള്ള. അതെ അതെ അതെ. കണ്ടോ, നമ്മളെ നാട്ടിലെ കാട്ടിലെ പ്രിസർവേഷൻ ഉള്ള പോലെ തന്നെ ഇവിടെ മരുഭൂമിയിലും ഉണ്ട് പ്രിസർവേഷൻ.
ഫൈനൽ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫുജറിൽ നിന്നാണ്. ഫുജറിൽ നിന്ന് ആദ്യം നമ്മൾ പോകുന്ന ഓട്ടോഡ്രോമിലേക്കാണ്. ദുബായിലുള്ള റേസ് ട്രാക്കാണ് ഓട്ടോഡ്രോം. ഈ റേസ് ട്രാക്കിൽ ഇവിടെയുള്ള എല്ലാ ക്ലാസിക് വിൻറ്റേജ് ബ്യൂട്ടീസും ഒരു ലാപ്പ് ക്ലോക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ റേസ് ആയിട്ട് എടുക്കുന്നതിൽ തന്നെ ബെസ്റ്റ് ടൈമിങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ആ ശ്രമമില്ല, പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വാട്ട് എ ബ്യൂട്ടി, എവർ ലാസ്റ്റിംഗ് ബ്യൂട്ടീസാണ് ഇവിടെ ഉള്ളതെല്ലാം. ആൻഡ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ദുബായ് ഓട്ടോഡ്രോമിലാണ്. ഇവിടെ ഒരു സെഷൻ ഉണ്ട്, ഇവിടെ ലഞ്ച് ബ്രേക്ക്. നമ്മുടെ ലാസ്റ്റ് ലെഗ് ഇത് കഴിഞ്ഞാൽ തുടങ്ങും. ഇവിടെ ആക്ച്വലി നമ്മളിപ്പം ഡ്രൈവിൽ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ എത്തിയിട്ട് ടൈമിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന്. അത് കഴിഞ്ഞാൽ ട്രാക്കിൽ ഡ്രൈവ് ഉണ്ട്. അത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ കുറേ ബാക്കിലുള്ള എന്താ വെച്ചാൽ നമ്മുടെ ഓർഡർ വൈസ് നമ്മൾ ബാക്കിലാണ്, മീഡിയ വണ്ടികളിലെ ലാസ്റ്റിലേക്ക് ആയതുകൊണ്ട്. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം ചെയ്ത് പോകുമ്പോൾ നമ്മൾ അടുത്തും ഭയങ്കര ലേറ്റ്. നമുക്ക് ക്ലോസിംഗ് സെറമണി എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതുന്നത് ട്രാക്ക് ഒഴിവാക്കാം. പിന്നെ ട്രാക്കിന് പറ്റിയൊരു വണ്ടിയല്ല നമ്മളത്, അതൊരു വലിയൊരു ബോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ട്രാക്ക് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് നേരെ അബുദാബിയിലേക്ക് പോകും. അവിടെയാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത് കോൺട്രാക്റ്റിൽ. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. സോ അടുത്ത ലെഗിൽ പോകുന്ന മുമ്പ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒരുവിധം എല്ലാ വണ്ടികളും കാണാം. കുറേ മൂവ് ചെയ്ത് തുടങ്ങുന്നത്. പക്ഷേ നിങ്ങൾ കാണുന്നത് എൻജോയ് ചെയ്യും. Driving a 310 1987 Rolls-Royce Corniche 2 on Autodrome Dubai is different fun. It's fun, but it's in a different way. We are all around and we are leaning all the way like yacht in a bad sea or rough sea. But I'm having fun. Wow. It was a different fun. 1987 Rolls-Royce Corniche on Autodrome track was different. സുധേട്ടാ, എന്തോ ഈ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ഉറക്ക് വരുന്നൊരു പോക്കാണ് നമ്മൾ പോകാണ്ടിരിക്കുന്നത്. അതെ. അപ്പം അതിൽ എനിക്ക് ഒരു സപ്പോർട്ട് കിട്ടിയത് ഇതിൻ്റെ ക്രൂസ് കൺട്രോളാണ്. ക്രൂസ് കൺട്രോളിൽ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സിമ്പിളി ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് എത്തുന്ന സ്പീഡ് എത്തി ഇവിടെ സെറ്റ് ഇല്ലേ, ഗിയർ ലിവറിലുള്ള ആ സെറ്റ് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പീഡിൽ അങ്ങനെ പോയിക്കോളും. ഇനിയിപ്പോൾ അത് ക്യാൻസൽ ആവുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇവിടെ ബട്ടൺ ഉണ്ട്, ബ്രേക്ക് ചെയ്താൽ ക്യാൻസൽ. അത് റെസ്യൂം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബട്ടണിൽ തിരിച്ച് ഏത് സ്പീഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് അങ്ങോട്ട് തന്നെ എത്തുന്നു. ശരിക്കും ഇത്ര ആ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാറ് പുറത്തു നോക്കി കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ആ പ്രസൻസ് ഒക്കെ പക്ക ക്ലാസിക് കണ്ടു കഴിഞ്ഞാലൊക്കെ അതിൻ്റെ ആ സ്റ്റൈലിൽ ശരിക്കും നമ്മൾ സിനിമയിൽ കാണുന്ന ക്ലാസിക് എന്നുള്ള ആ ഒരു ഇത് ഇത്രയും വർഷം വരെ. പക്ഷേ ഇതിനകത്തുള്ള നമ്മുടെ യാത്രകൾ നമ്മളുടെ മോഡേൺ അമ്യൂണിറ്റീസിൽ മിക്കതും നമ്മൾ മിസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലേ. ക്രൂസ് കൺട്രോൾ ആയാലും എയർ കണ്ടീഷനിങ് ആയാലും അല്ലാതെ മറ്റ് പിന്നെ വിൻഡോ കൺട്രോൾസ് ആയാലും സീറ്റ് മൂവ്മെന്റ് ഇലക്ട്രിക് സർവത്ര സാധനങ്ങളും ഭയങ്കര ഇലക്ട്രോണിക് സപ്പോർട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ കുറച്ച് സാധനം മിസ്സിങ് ഉണ്ട്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കാസറ്റ് പ്ലെയർ ഉണ്ടായിരുന്നെങ്കിൽ എൻജോയ് ആയിരുന്നു. പക്ഷെ അതില്ലാത്തതുകൊണ്ട് തന്നെ റേഡിയോ അടക്കം നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല. അതെ, അപ്പൊ അത് കൊണ്ടുവരാൻ നമുക്ക് അറിയില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ പാട്ട് കേട്ട് പോയിരുന്നു. പക്ഷെ നല്ല പാട്ട് പാടിയിട്ട് ആസ്വദിച്ചിട്ട് ബാക്കിലിരിക്കുന്നവനെല്ലാം ശരിക്കും ആസ്വദിച്ചു. ഇതുവരെയുള്ള പാട്ട് ഞാൻ കുറച്ച് മൂളിങ് കൊടുത്തു, അങ്ങനെ പോയി. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പക്ഷെ വ്യത്യാസം എന്ന് വെച്ചാൽ എല്ലാം ഇലക്ട്രിക്കലല്ല, കുറേ എല്ലാം തന്നെ ഹൈഡ്രോളിക് ആണ്. അതുകൊണ്ടുള്ള പെർഫെക്ഷനും അറിയാനുണ്ട്. അതിൻ്റെ ഒരു ചിലപ്പോൾ ക്ലോസ് ആവുന്നതും അല്ലെങ്കിൽ ചെറിയ മൂവ്മെൻ്റ് ആയിരിക്കും. പക്ഷെ അതിനൊരു ആ ഒരു ഹൈഡ്രോളിക്കിൽ നിന്ന് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് ശരിക്കും നല്ലോണം അനുഭവിക്കുന്നുണ്ട്. പിന്നെ ചില മോഡേൺ അമ്യൂണിറ്റീസ് ഇല്ല. അത് റോൾസ് റോയ്സിൽ പിൽക്കാലത്താണ് വന്നത്. ഇപ്പം എയർ ബാഗ് ഒന്ന് അതേപോലെ തന്നെ ഗിയർ ലിവർ സെലക്ട് ചെയ്യുമ്പോൾ കാണിക്കുന്ന ആ നീഡിൽ അതെല്ലാം കുറച്ചൊരു പഴയ എലമെന്റ് ആണ്. അത് അന്ന് റോൾസ് റോയ്സിൽ അത് അങ്ങനെ തന്നെ ആയിരുന്നു, ആ ക്ലാസി നേച്ചറാണ് കീപ്പ് ചെയ്ത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അത് ഉണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരു ക്ലാസിക് ഫീലും ഉണ്ട്. അല്ല, അതെന്താ കാരണമുണ്ട് അതിന്. കാരണം നമ്മൾ ഇന്നത്തെ ആവറേജ് ലക്ഷറി കാർ ബയേഴ്സ് ഇപ്പം റോൾസ് റോയ്സിൻ്റെ ഈ അടുത്ത് ഞാൻ അറിഞ്ഞായിരുന്നു 56 മുന്നേ പറഞ്ഞാൽ ഈ ഒരു സർവേ എടുക്കുന്നതിന് മുന്നേ, പഴയ കാലമല്ല. ഇപ്പം അത് 43. അപ്പം എൻ്റെ ഒരു വയസ്സാണ് ആവറേജ്.
എൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് കൂടെ, പക്ഷെ അത്രയും ചെറുപ്പത്തിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് ഓൺടർപ്രണേഴ്സ് വണ്ടി വാങ്ങുന്ന രീതിയിലെത്തി. അക്കാലത്ത് 60-70 വയസ്സുള്ള ആളുകളാണ് റോൾസ് റോയ്സ് വാങ്ങിയിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസിക് എലമെൻറ്റ്സ് ആയിരുന്നു വേണ്ടത്. പക്ഷെ ഇന്നതല്ല, ഇന്നത്തെ കസ്റ്റമർക്ക് അത് പറ്റില്ല. ഞാൻ ഇത് പറഞ്ഞത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അഡ്വർടൈസിങ്ങിലായിരുന്നു, കോപ്പി റൈറ്റർ, ക്രിയേറ്റീവ് ഡയറക്ടർ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് 10-20 കൊല്ലം മുമ്പ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആപ്പ് ക്യാമ്പയിൻ അവർ കൊണ്ടുവന്നു. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രീഫ്, അത് കുറേ അവാർഡ്സ് വിൻ ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് ബ്രീഫൊക്കെ അറിയാം. അപ്പോൾ അത് ഈ ഷോഫർ ഡ്രിവൺ ആയിട്ടുള്ള ഒരു കാറായിട്ടാണ് റോൾസ് റോയ്സ് നാച്ചുറലി കൺസിഡർ. പക്ഷേ ഈ ഒരു ട്രെൻഡ് ഓഫ് യങ്ങർ പീപ്പിൾ ബൈ ചെയ്യുന്നതും അതുപോലെ തന്നെ അവരെ ടാർഗറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഡ്രൈവബിലിറ്റി, അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അവർ ഈ മറ്റേ ബ്ലാക്ക് ബാഡ്ജും ആ ഒരു എവല്യൂഷൻ ഇങ്ങനെ വന്നു. കുറെ കൂടെ യങ് ആയിട്ടുള്ള ആൾക്കാർ, കാരണം അവർ എൻജോയ് ചെയ്താലേ ഡ്രൈവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പുറകിലിരിക്കാതെ മുമ്പോട്ട് വന്ന് ഡ്രൈവ് ചെയ്യൂ എന്നുള്ള ആ ഒരു പ്രോത്സാഹനം. പുറകിലിരിക്കാൻ മുന്നോട്ട് വരാൻ മനസ്സിലായില്ലേ? അല്ല ക്യാമറമാനെല്ലായിട്ട് നല്ല കാശിലുണ്ടാക്കിയിട്ട് ഒരു ഫാൻറ്റോ അല്ലെ കളിനോ അല്ല വാങ്ങുക. എനിവേ നമ്മളിപ്പോൾ 4 ദിവസമായി നമ്മളൊരു വീട് പോലെ ആയിരുന്നു ഈ വണ്ടി. നമ്മളിങ്ങനെ 4 ദിവസം ഇതിലിങ്ങനെ ഉറങ്ങിയില്ല എന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ചാവടിക്കുന്നു, നിർത്തുന്നു, പാട്ട് പാടുന്നു, എൻജോയ് ചെയ്യുന്നു, ഇവിടെ ഒരുത്തം ഉറങ്ങുന്നു, എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഉറങ്ങിയിട്ടുണ്ടല്ലോ അവന്. എന്തായാലും രസമുള്ളൊരു ഡ്രൈവായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊരു ചാൻസ് അല്ല ഇത്. അത് തന്നെ കിട്ടുക എന്ന് പറയുമ്പോൾ വലിയൊരു ഭാഗ്യമാണ്, ഒരു ഓണേർഡാണ്. എൻ്റെ പുറമെ ഈ ഒരു ഓർഗനൈസേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന വണ്ടി, ഇവിടെ പലരും മീഡിയയിൽ വന്ന് പല വണ്ടികളും കൊടുത്തിട്ടുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ വളരെ പ്രൗഡാണ്. നമ്മളാണ് ഏറ്റവും എക്സ്ട്രാ വേഗൻ്റ് ആയിട്ടുള്ള വണ്ടിയിൽ, ഏറ്റവും സോർട്ട് ഔട്ട് വണ്ടിയിലുള്ളത്. എല്ലാ ആളുകളും വരുമ്പോൾ വി എൻവി യു എന്ന് പറയും. ആ എൻവി യു എന്ന് പറയുമ്പോൾ ഉള്ളിൽ സന്തോഷം തോന്നാറുണ്ട്, മാഷാല്ലാ. കാരണം ഇത് ഒരു ബ്രാൻഡിൻ്റെ ഒരു ഓണർ വണ്ടിയാണ് ഒന്ന്. രണ്ടാമത് അവരങ്ങനെ സ്വന്തമായിട്ട് കീപ്പ് ചെയ്യുന്ന വണ്ടി. ഇത് ഇത്രയും ആൾക്കാരുടെ ഈ ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ സെലക്ട് ചെയ്ത് തരാൻ, നമ്മളെ അങ്ങനെ കെയർ ചെയ്യും എന്നുള്ളൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരാന്ന് തോന്നിയിട്ടായിരിക്കണം. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക്സിൽ ഒതുങ്ങുന്ന ഒരു കാര്യമില്ല, ബട്ട് ഇറ്റ്സ് റിയലി ഫ്രം ഹാർട്ട് വി ആർ സേയിങ് ദിസ്. അപ്പോൾ എന്തായാലും സുധിപേട്ടൻ്റെ നമ്മൾ ഒരുമിച്ചൊരു എപ്പിസോഡ് ചെയ്യണമെന്ന് കുറേ കാലമായിട്ട് പല രീതിയിൽ പലതും സംസാരിച്ചെങ്കിലും ഒത്ത നിമിഷം ഏതായാലും അടിപൊളി തന്നെ. ശരിക്കും അനുഗ്രഹിച്ച് നമ്മൾ അടിപൊളി ഒരു എപ്പിസോഡ് കൊണ്ട് നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾക്ക് തോന്നിയ അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ ഒരു ഡ്രൈവ് നമ്മുടെ നാട്ടിൽ വന്നാൽ നിങ്ങൾ വരുമോ, നമുക്കത് ഓർഗനൈസ് ചെയ്യണമെന്നല്ല നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വരുമോ എന്നുള്ളതെല്ലാം പറയും. വണ്ടി ഉള്ളവരല്ലെങ്കിലും വണ്ടി കാണാനല്ലേ വരുമല്ലോ നിങ്ങൾ. അങ്ങനെയല്ലാണ്ട് നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇന്നിപ്പോൾ നമ്മളിത് യാസ് മറീനയിലേക്ക് എത്തി, യാസ് ഐലൻഡിലെത്തി. ഇവിടെ കോൺറാഡ് ഹോട്ടലിൽ നമ്മളിത് എൻഡ് ചെയ്യും. അതോടുകൂടി നമ്മൾ ഈ ഡ്രൈവ് അവസാനിക്കും. മില്ലിയ അല്ലെങ്കിൽ ഇവർ വിളിക്കുന്ന 1000 മില്ലിയ എന്ന് അതെനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയെന്ന് അറിയാം. മില്ലിയ അത് ഇറ്റാലിയൻ ഒറിജിനൽ ടീം നടത്തുന്നുണ്ട്. ഇവരുടെ ഹാൻഡിലെല്ലാം 1000 മില്ലിയ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്, ദുബായ് എഡിഷൻ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇവരുടെ ഹാൻഡിൽ 1000 മില്ലിയയിൽ നോക്കിയാൽ ഈ ഡ്രൈവിൻ്റെ എല്ലാം കാണുള്ളൂ. മില്ലിയയിൽ ഇതിൻ്റെ ഒന്നും കവർ ചെയ്തിട്ടില്ല. അത് ഇറ്റലിയിൽ നടക്കുന്നതിന് മാത്രമായിട്ട് ഹാൻഡിൽ വെച്ചിട്ടുള്ളത്. അതാണ് റീസൺ. എനിവേ മില്ലിയ നമുക്കത് പറയാം. മില്ലിയയിൽ നമ്മൾ പാട്ട് ചെയ്തു, അതിനൊരു സുഖമുണ്ട്. പിന്നെ എനിക്കെല്ലാം അത് പറയാൻ തന്നെ ഇഷ്ടം, കാരണം അതാണല്ലോ റിയൽ ഇറങ്ങേറുന്ന റേസ് അല്ലേ. ഓക്കെ, അപ്പോൾ അത് എപ്പിസോഡ് എനിക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എന്തായാലും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും ചെയ്യാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. ഈ മെഡൽ മില്ലിയുടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതിന്റെ പുരസ്കാരമാണിത്. ജയിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് കിട്ടിയാൽ തന്നെ വലിയ കാര്യമാണ്. ഒളിമ്പ്യൻസ് ആയ പോലെ നമ്മള്. മില്ലിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിന്റെ യാത്രയും ഇതിന്റെ ആ ഒരു സ്പിരിറ്റും ഒക്കെ ആണെങ്കിൽ അതെ, ആക്ച്വലി we've done it and you've done it.
അത് ഇവിടെയാണ് അതിൻ്റെ ഒരു വലിയ ഷെയർ പോകുന്നത്. യെസ്, അപ്പം ഇതോട് കൂടി നമ്മളിവിടെ എൻഡ് ചെയ്തു. നമ്മളിപ്പോൾ ഉള്ള അബുദാബിയിലെ കോർണാഡ് ഹോട്ടലിൻ്റെ പാർക്കിങ്ങിലാണ്. ഇവിടെയാണ് നമ്മൾ എൻഡ് ചെയ്തത്. അതിൻ്റെ മുമ്പ് ചെക്കറ്റ് ഫ്ലാഗ് ചെയ്തെല്ലാം നിങ്ങൾ കണ്ടല്ലോ. എന്തായാലും ഒരു അമേസിങ് എക്സ്പീരിയൻസ് നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കരുതുന്നുണ്ട്. എന്തായാലും ഈ ഒരു ട്രിപ്പ് അടിപൊളി തന്നെയായി. നമ്മൾ രണ്ടാളും കൂടെ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. അതിങ്ങനെ ഒരു മെമ്മറബിൾ ആയതും ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുള്ളിയുടെ ഹാൻഡിൽസും ഫോളോ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ചാനലോട് ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനിയും നമ്മൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കൊണ്ടുവരും. അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് വീലിംഗ്.